നമസ്കാരം, ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഒരു സംഭവം കേട്ടിട്ടുള്ളത് ഓർക്കുകയാണ്. റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനും മെസ്സേജുകൾ സ്വീകരിക്കുന്നതിനും വേണ്ടി മാധ്യമപ്രവർത്തകരുൾപ്പെടെ ധാരാളം വലിയ ജനാവലി അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി. അപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് അതിന് അദ്ദേഹം മറുപടി നൽകിക്കൊണ്ട് ഇരിക്കെ ഒരാളിങ്ങനെ ചോദിച്ചു, കൗതുകരമായ ഒരു ചോദ്യം, അതായത് ബഹിരാകാശത്തൊക്കെ ചുറ്റി സഞ്ചരിച്ചിട്ട് ദൈവത്തെ അവിടെ അങ്ങ് കണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആകാശസീമകളിൽ ഒരിടത്തും ഞാൻ ദൈവത്തെ കണ്ടില്ല എന്ന്. പക്ഷേ കൂട്ടത്തിൽ ഇത് കേട്ടുകൊണ്ടിരുന്ന പ്രായമുള്ള ഒരു മനുഷ്യൻ അതിനേക്കാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഭൂമിയിൽ മനുഷ്യരിൽ ദൈവത്തെ കണ്ടെത്തുന്നില്ല എങ്കിൽ ബഹിരാകാശത്തല്ല, ഇനി അതിൻ്റെ അപ്പുറത്ത് പോകാൻ പറ്റിയാലും ഒന്നും കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല, ദൈവത്തെ കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല എന്ന്. വളരെയധികം ചിന്തിക്കാനുള്ള ഒരു വിഷയമാണ്. കേൾക്കുമ്പോൾ ചെറുതായിട്ട് നിസ്സാരമായിട്ട് തോന്നും. എന്നാൽ ക്രിസ്മസിൻ്റെ ആധ്യാത്മികതയിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 5-6 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിൽ അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായിട്ട് പരിഗണിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ഫിലിപ്പിയർ 2-ാം അധ്യായം 5-6 വാക്യങ്ങളിലാണ്. അപ്പോൾ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുക. ഏറ്റവും ചുരുങ്ങിയ നാളുകൾ മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. സങ്കീർത്തനം 90:10 പറയുന്നുണ്ട്, ഏറിയ 70, ഏറിയാൽ 80. മനുഷ്യായുസിൻ്റെ കാര്യമാണ്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ഏതാനും വ്യക്തികളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഈ അടുത്ത നാളുകളിൽ ഈ കോവിഡൊക്കെ കഴിഞ്ഞ കാലം തൊട്ട് പ്രായമായവർ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ചെറുപ്പക്കാരും കുട്ടികളുടെയും മരണസംഖ്യയിൽ കാര്യമായ വ്യത്യാസം. അത് എനിക്ക് തോന്നലാണോ ശരിയാണോ എന്നൊരാൾ പറഞ്ഞപ്പോൾ അത് കേട്ടിരുന്ന മറ്റുള്ളവരും പറഞ്ഞു, ശരിയാണ്, ഒത്തിരി ചെറുപ്പക്കാർ മരിക്കുന്നതിൻ്റെ എണ്ണം കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് കേട്ട ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ വലിയ മനുഷ്യർക്ക് മാത്രമേ ചെറിയവരാകാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ ചെറിയ മനുഷ്യരാകട്ടെ എപ്പോഴും വലിയവരാകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ആം ഐ റൈറ്റ്? അതായത് വലിയ മനുഷ്യർക്ക് എന്താകാൻ പറ്റും? ചെറുതാകാനായിട്ട് പറ്റും. ചെറിയ മനുഷ്യരാ എപ്പോഴും വലുതാകാൻ. ഇന്ന് പലർക്കും സമാധാനവും സ്വസ്ഥത ഇല്ലാത്തതിൻ്റെ കാര്യം തന്നേക്കാൾ നല്ല രീതിയിലും മെച്ചപ്പെട്ട അവസ്ഥയിലും സൗകര്യങ്ങളിലും ജീവിക്കുന്നവരുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അസംതൃപ്തി എന്ന രോഗം, അസംതൃപ്തി ഇത് സ്വസ്ഥത ഇല്ലാതാക്കും. അനാവശ്യമായ മാത്സര്യ ബുദ്ധിയിലേക്ക്, ആരോഗ്യകരമല്ലാത്ത മത്സരങ്ങളിലേക്ക് നയിക്കും. അവിടെ കൊലപാതകവും അക്രമവും പിടിച്ചുപറിയും മോഷണവും. ഇപ്പോൾ ഈ അടുത്ത നാളുകളിൽ ഇപ്പോൾ സ്വർണത്തിന് പെട്ടെന്ന് ഭയങ്കരമായിട്ട് വില കൂടുന്നുണ്ട്. അതുകൊണ്ട് സ്വർണം കരസ്ഥമാക്കാനുള്ള മോഷണവും പിടിച്ചുപറിയും കുറുവാ സംഘം എന്നൊക്കെ പറഞ്ഞ് പല വാർത്തകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷിക്കണമെന്നുള്ള മുന്നറിയിപ്പും പലരും പിടിയിലാവുന്നതിൻ്റെയും വാർത്തകൾ. അതുപോലെ തന്നെ ചിലരൊക്കെ യൂട്യൂബിലൂടെയൊക്കെ ചില മെസ്സേജുകളൊക്കെ ഇടുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ഒരുപാട് സ്വർണ്ണമൊക്കെ വാരി ഇട്ട് കൊടുക്കുന്നതും അണിയുന്നതും സൂക്ഷിച്ചില്ല എങ്കിൽ നിസാര സ്വർണത്തിൻ്റെ പേരിൽ, നിസാര പവൻ്റെ പേരിൽ പോലും അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് കള്ളന്മാരുടെയും ജാഗ്രത കൂടും. അതനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇത് മുഴുവൻ ഇട്ടിട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ ജീവനായിരിക്കും നഷ്ടപ്പെടുന്നത് എന്ന്. അപ്പോൾ എളിമപ്പെടാനും ചെറുതാകാനും വിഷമമുള്ള മനുഷ്യർക്ക് വേണ്ടി ദൈവം ചെറുതായി, അതാണ് ക്രിസ്മസ് എന്ന്
മനസ്സിലാക്കുക. എന്താണ്? വലിയവർക്ക് ചെറുതാകാൻ പറ്റും, പക്ഷേ ചെറിയവർ വലിയവരാകാനുള്ള ശ്രമമാണ്. അപ്പോൾ എളിമപ്പെടാനും ചെറുതാകാനും വിഷമിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ദൈവം ചെറുതായി. ഇന്ന് ലോകത്ത് അങ്ങനെയല്ലേ, എല്ലാവർക്കും വലിയവരാകണം, എല്ലാവരും ഞാനാണ് പ്രധാനപ്പെട്ട ആൾ, എന്നെ കഴിഞ്ഞ് വേറെ ആളില്ല. ശുശ്രൂഷാ മേഖലയിലായാലും ധ്യാനത്തിൻ്റെ ഫീൽഡിലായാൽ പോലും നവീകരണ ആധ്യാത്മിക ശുശ്രൂഷകൾ എന്ന് പറയുന്നിടത്ത് പോലും ഒത്തിരി മത്സരങ്ങളും തർക്കങ്ങളും. അതായത് ഒരു ശുശ്രൂഷയിൽ പോകുന്നവർക്ക് വേറെ ശുശ്രൂഷയിൽ പോകുന്നവരെ കണ്ടുകൂടാ, ഒരു ധ്യാന ടീമിലുള്ളവർക്ക് അവരുടെ ടീമിൽ വരാത്തവരെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ വേറെ ടീമിൽ പോകുന്നവരെ താല്പര്യമില്ല. ഇങ്ങനെ പരസ്പരം കമ്പാരിസൺ, നമ്മൾ പോലും അറിയാതെ അവർ പോലും അറിയാതെ പിശാച് ഇങ്ങനെ സമസ്ത ഇടങ്ങളിലും കടന്നു കൂടി. മത്സരം നല്ലതാണ്, പക്ഷെ അത് അനാരോഗ്യകരമാണെങ്കിൽ അത് മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തുന്നതും ഇടിച്ചു താഴ്ത്തുന്നതും. ഇതെല്ലാം ഇവിടെ നിന്നാണ് വരുന്നത്, കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. സഭയ്ക്കും സഭാധികാരികൾക്കും ആത്മീയ ശുശ്രൂഷകർക്കെതിരെ പലരും തിരിയുമ്പോൾ ഓർക്കുക, ഇതെല്ലാം കുടുംബങ്ങളിൽ വന്നിരിക്കുന്ന ജീർണതയുടെയും ആത്മീയത നഷ്ടപ്പെട്ടതിൻ്റെയും പ്രാധാന്യമാണ്. അപ്പോൾ ദൈവം ഭൂമിയിൽ അവതരിച്ചത് ഒരു കുടുംബത്തിലാണ്. കുടുംബം കൂടുമ്പോൾ എന്ത് വേണം? ഇമ്പം ഉണ്ടാകണം. കൂടുമ്പോൾ ഇമ്പം ഇല്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാകുന്നത്? ഭൂകമ്പം. ഇന്ന് പലയിടത്തും ഭൂകമ്പമാണ്. അല്ലെങ്കിൽ വേറെ ചിലയിടത്ത് ഒരു സെമിത്തേരിയുടെ അവസ്ഥ, അതായത് ശ്മശാനമുഖത എന്ന് പറയും. മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയുമായിട്ട് അവരവരിൽ തന്നെയും മുറികളിലേക്കും ഒതുങ്ങിക്കൂടുന്നു. നമ്മുടെ പ്രൈം ടൈമുകൾ പല ചാനലുകളും വീഡിയോസും സിനിമയെല്ലാം ചൂഷണം ചെയ്യുന്നു. മീൻസ് കുടുംബങ്ങളിൽ പണ്ടൊക്കെ ഒന്നിച്ചിരുന്ന് ഒരു 7 മണി മുതൽ 9 മണി വരെ സന്ധ്യാപ്രാർത്ഥനയും സംസാരങ്ങളും അത്താഴം കഴിക്കലും സ്നേഹപ്രകടനങ്ങളും ഒത്തുചേരലും ആയിട്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് ഈ ഒത്തുചേരലും ഇല്ല. അതിനു പകരം ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് ഇരിക്കുന്ന അവസ്ഥ. കുട്ടികളൊക്കെ ഒത്തിരി മാറിപ്പോയി. പല കുട്ടികളെയൊക്കെ ആയിട്ട് മാതാപിതാക്കൾ പ്രാർത്ഥിപ്പിക്കാനും സംസാരിക്കാനും വരാറുണ്ട്. പണ്ടത്തെ ഒരു രീതികളല്ല. മുതിർന്നവരെക്കാൾ കൂടുതൽ പക്വതയും അഭിനയിക്കുന്ന, അല്ലെങ്കിൽ എന്തൊക്കെയോ ആയിത്തീരുന്ന, താനല്ലാതായിത്തീരുന്ന അവസ്ഥകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ആ ശിശുസഹജമായ നിഷ്കളങ്കത അവരിലും വേണം. മത്തായി 18:3 മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആയിത്തീരുന്ന ഒരു അനുഭവം നമുക്കും ഇല്ല എങ്കിൽ ഏറുപിടിച്ച് വലിഞ്ഞു മുറുകിയിരിക്കുന്ന ഒരു തരം ആധ്യാത്മികത അത് നല്ലതല്ല. അപ്പോൾ എളിമപ്പെടാനും ചെറുതാകാനും വിഷമമുള്ള മനുഷ്യർക്ക് വേണ്ടി ദൈവം ചെറുതായി. അതാണ് ക്രിസ്തുമസിൻ്റെ ആധ്യാത്മികത. ദൈവം നമുക്ക് വേണ്ടി ചെറുതായി. അതിനാൽ ഈ ക്രിസ്മസ് ആഘോഷങ്ങളും ഈ ആഗമന കാലവും എല്ലാം നമ്മളെ ക്ഷണിക്കുന്നത് എന്താണ്? ചെറുതാകുക. ദൈവത്തിന് ചെറുതാകാൻ സാധിച്ചെങ്കിൽ നമ്മൾ ചെറുതാകണം. ഈ വചനം കേൾക്കുന്ന ഓരോ അപ്പനും അമ്മയും, ഓരോ ഉദ്യോഗസ്ഥനും ഉദ്യോഗസ്ഥയും, ഓരോ തൊഴിലാളിയും, ഓരോ അയൽവാസിയും, ഓരോ ബന്ധുമിത്രാദിയും, ഓരോ അനാഥനും ഓരോ സനാതനും എന്ത് ചെയ്യണം? ചെറുതാകാൻ തയ്യാറാകണം. എളിയവരായി തീരാനായിട്ട് തയ്യാറാകണം. അപ്പോൾ എന്തുണ്ടാകും? ഒന്ന് ചെറുതാകാൻ തയ്യാറായാൽ എന്തുമാത്രം സമാധാനം നമുക്കുണ്ടാകും. കണക്കുകൾ നിരത്തി അല്ലെങ്കിൽ നാവ് കൊണ്ട് ആർക്കും ഒന്നും നേടാനായിട്ട് പറ്റത്തില്ല. നമ്മളൊന്ന് താഴ്ന്നു കൊടുത്താൽ, ഒന്ന് എളിമപ്പെട്ടാൽ, ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ, ഒന്ന് സംയമനം ചെയ്താൽ പല പുറം പൂച്ചുകളും പൊളിഞ്ഞു വീഴും. പല കുറ്റാരോപണങ്ങളും കലഹങ്ങളും വഴക്കുകളും പല കേസുകളും അവസാനിക്കും. ഈ അടുത്ത ദിവസം എൻ്റെ അടുക്കൽ സംസാരിക്കാൻ വന്ന ഒരു സഹോദരി പറഞ്ഞു, അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഭർത്താവിനെതിരെയുള്ള കേസ് പിൻവലിക്കണമോ? 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ ഞാൻ പോയി ആ കാര്യങ്ങൾ അവസാനിപ്പിച്ചു. മാത്രമല്ല എൻ്റെ ഭർത്താവിനോട് വിളിച്ച് ഞാൻ മാപ്പ് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കുറച്ച് കൂർമ്മതകൾ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇനിയും പ്രാർത്ഥിക്കും. തുടക്കത്തിലേ തന്നെ ഇങ്ങനൊരു തീരുമാനങ്ങൾ ഉണ്ടായല്ലോ. അതുപോലെ മറ്റൊരു കുടുംബം ഓർക്കുകയാണ്, സ്വന്തം ഭർത്താവിൻ്റെ ത്തിനെതിരെ കേസ് കൊടുത്തിരുന്നു. ഭർത്താവ് മരിച്ചുപോയി. ഇപ്പോൾ ഇവരായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ആ കേസ് അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ മകൻ്റെയും മകളുടെ എല്ലാം ജീവിതത്തിൽ പടിപടിയായിട്ട് പണ്ടത്തേനേക്കാൾ ഒത്തിരി മാറ്റങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടായി. കണ്ണ് കെട്ടിയ പോലത്തെ അവസ്ഥയാണ് ഈ വെറുപ്പും വൈരാഗ്യവും വാശിയും. അപ്പോൾ ദൈവസ്നേഹമാണെങ്കിൽ അതിനെതിരായ കാര്യമാണ് എന്ത്? വെറുപ്പ് എന്ന് പറയുന്നത്. വെറുപ്പിൽ ആര് പ്രവർത്തിക്കും? പിശാച് പ്രവർത്തിക്കും. സ്നേഹമാണെങ്കിൽ അവിടെ ആര് ജനിക്കും? യേശു ജനിക്കും. പുൽക്കൂട്ടിൽ യേശു ജനിച്ചപ്പോൾ പുൽക്കൂട് സ്വർഗമായി മാറി. അല്ലെങ്കിൽ വെറും കാലിത്തൊഴുത്തായിട്ട് താണിരുന്ന അതമ്പതിച്ചിരുന്ന ഒരവസ്ഥയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാലിക്കൂടായി അത് മാറി. ബത്ലഹേം അപ്പത്തിൻ്റെ നാട്ടിൽ ഇതാ പിറക്കാൻ സത്രം തുറന്നു കൊടുക്കാതിരുന്ന സത്രക്കാരനെ മാതാവും ഔസപിതാവും
ശപിച്ചില്ല. ദൈവമേ, ഇങ്ങനത്തെ ഒരു കഴിവുകെട്ട ഭർത്താവിനെയാണല്ലോ കിട്ടിയത്. പ്രസവിക്കാൻ പോലും ഒരു നല്ല സ്ഥലം കണ്ടുപിടിച്ച് തരാൻ പറ്റാത്ത, സംരക്ഷിക്കാൻ പറ്റാത്ത ഈ മനുഷ്യനെ ആയിപ്പോയല്ലോ. അപ്പം തന്നെ, ഇപ്പോഴാണെങ്കിൽ അപ്പം തന്നെ ഡിവോഴ്സ് നോട്ടീസും സ്ഥിരമായിട്ട് നിയമപാലകരൊക്കെ റെഡിയാക്കി. ഇന്നാളൊരു കേസ് ഇതുപോലെ വന്നപ്പോൾ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് കറക്കി കർണക്കുറ്റിക്കിട്ട് മാറി മാറി അടിച്ചെന്നും പറഞ്ഞ്. അപ്പോൾ ഈ ചെറുക്കൻ്റെ വീട്ടുകാരും ബന്ധുക്കളും, നാട്ടിലില്ലാത്തവരുടെ പേര്, കേരളത്തിൽ ഇല്ലാത്തവർ പോലും ഇതിൽ കൂടിയെന്നും പറഞ്ഞ് കേസിന് ബലം കിട്ടാൻ വേണ്ടി ബാംഗ്ലൂരിലിരിക്കുന്ന ആങ്ങളയുടെയും വേറെ നാട്ടിലായിരിക്കുന്ന സഹോദരിമാരുടെ ഒക്കെ ഭർത്താവിൻ്റെ അമ്മയുടെ സഹോദരിമാരുടെയും ഇതിലൊന്നും ബന്ധമില്ലാതെ വഴക്ക് മാറ്റാൻ നോക്കിയ ആത്മീയ ശുശ്രൂഷകൻ്റെ ഒക്കെ പേര് എഴുതി വെച്ചിട്ട് ഓരോരുത്തരും മാറി മാറി അടിച്ചെന്നും പറഞ്ഞ് 5 പേരുടെ പേര് എഴുതി കൊടുത്ത്. അപ്പം പിന്നെ പറഞ്ഞ് അതൊക്കെ പിൻവലിക്കാം, ഇത് ഒരു സ്ഥിരം ഫോർമാറ്റ് ഉള്ളതാണ്, അതങ്ങനെ വെച്ചെന്നുള്ളു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നാട്ടു നടപ്പും കയ്യിലിരിപ്പും. എങ്ങനെ ഇവിടെ ക്രിസ്തു ജനിക്കും? എങ്ങനെ ഇവിടെ ക്രിസ്മസ് അഭിഷേകം ഉണ്ടാകും? കേസ് ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ കൂപ്പുകുത്തിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. അതൊന്നും ഇല്ലാത്ത കാര്യമാണെന്ന് അറിയാം. ഒരിക്കലൊരു സഹോദരൻ സഭ വിട്ട് പോയ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും, ഭാര്യേനെ പ്രസവത്തിന് കൊണ്ടുപോയി, 2ാമത്തെയോ 3ാമത്തെയോ കുഞ്ഞിനെ ആ പ്രസവത്തിന് പോയിട്ട് പിന്നെ ആ ഭാര്യ പോയ പ്രത്യേക കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എതിരായ വിശ്വാസമുള്ള ആ സഭാവിഭാഗത്തിലേക്ക് ചെല്ലാത്തത് കൊണ്ട് ഇയാൾക്കെതിരെ പലതരം കേസുകളുണ്ടാക്കി കേസാക്കി. അപ്പോൾ പക്ഷെ അവർ പറഞ്ഞ ഇയാളുടെ വക്കീലിനോട് പറഞ്ഞ ഇതൊന്നും ഇല്ലാത്ത കാര്യമാണ്, ഇയാൾ ഞങ്ങളുടെ സഭയിലോട്ട് വന്ന ഇതെല്ലാം ഞാൻ പിൻവലിക്കാം. പക്ഷെ ആ മനുഷ്യൻ ഉള്ളത് മുഴുവൻ ഏറ്റെടുത്ത് കുറ്റാരോപണങ്ങളും നുണകൾക്ക് ബലിയായി തീർന്ന് അദ്ദേഹം കത്തോലിക്ക സഭയിൽ ജനിച്ചു. ഇനി ഇതുകൊണ്ട് തൂക്കിക്കൊല്ലേണ്ടി വന്നാൽ പോലും ഞാൻ കത്തോലിക്ക സഭയിലെ ഈശോയുടെ മകനായിട്ട് തന്നെ സഭയിൽ ആരംഭിച്ചു, സഭയിൽ തന്നെ മരിക്കും. അതിൻ്റെ അപ്പുറം എൻ്റെ ഭാര്യയും മക്കളും അല്ലെങ്കിൽ ആരെല്ലാം എന്തെല്ലാം മക്കളെല്ലാം കുഞ്ഞു പിള്ളേരാണ് ആരോപണങ്ങൾ പറഞ്ഞാലും ഞാൻ ഈ സത്യത്തെ തള്ളിപ്പറയാൻ. കാരണം സഭയിലൂടെയാണ് എനിക്ക് ഇവളെ വിവാഹം കഴിച്ച് കിട്ടിയതും സഭയിലൂടെയാണ് എനിക്കും ഇവൾക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എല്ലാം മാമോദിസ പേരെല്ലാം വിട്ടത്. ഇനി മരിച്ചു കഴിയുമ്പോഴും എത്ര പള്ളിയിൽ കയറാത്തവനെന്ന് പറഞ്ഞാലും അച്ഛൻ വന്ന് പ്രാർത്ഥനയൊക്കെ നടത്തി ആണ് ചിംതേരിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ആധ്യാത്മികത തന്നെ മരിക്കുന്നത് വരെ ഉണ്ടാകും. അതുകൊണ്ട് അസത്യത്തിന് വേണ്ടി പ്രയാസം സഹിക്കേണ്ടി വന്ന സഹോദരൻ്റെ കാര്യം ഓർക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് നമുക്ക് പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള നുണകളുടെ ഗോപുരങ്ങൾ ഇടിഞ്ഞു വീഴട്ടെ, അസത്യങ്ങൾ അവസാനിപ്പിക്കാം, സത്യം സ്വതന്ത്രമാക്കും. യോഹന്നാൻ 8:32. സത്യം നമ്മളെ സ്വതന്ത്രമാക്കിയതിൻ്റെ തിരുനാളാണ് ക്രിസ്മസ്. അതുകൊണ്ട് എളിമപ്പെടാനും ചെറുതാകാനും വിഷമമുള്ള മനുഷ്യർക്ക് വേണ്ടി ദൈവം ചെറുതായി ഭൂമിയിൽ അവതരിച്ച ആ ക്രിസ്മസിൻ്റെ അനുഭവത്തിൽ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ട് എളിമയുടെ മാതൃകയിൽ അസത്യം അനീതിയെല്ലാം അവസാനിപ്പിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അസത്യ അനീതി മൂലം വിഷമിക്കുന്നവരുണ്ടെങ്കിൽ കാലിത്തൊഴുത്തിൽ കൈകാലുകളിട്ടടിക്കുന്ന ഇതാ മനുഷ്യനായി പിറന്ന ദൈവത്തിന് മനുഷ്യനായിട്ട് അവതരിക്കാൻ സാധിച്ചു എങ്കിൽ ഇതാ മനുഷ്യന് ദൈവമായി തീരുവാൻ, ദൈവവുമായിട്ട് ഐക്യപ്പെടാൻ സാധിക്കുമെന്ന ബോധ്യം കിട്ടുന്നതോടൊപ്പം നിങ്ങളുടെ മാനുഷികമായ ഇപ്പോഴത്തെ വിഷമങ്ങളും പ്രയാസങ്ങൾക്കും ദൈവം തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കിത്തരും എന്നുള്ള ഒരു ബോധ്യവും ഉണ്ടാകട്ടെ. അതിനുവേണ്ട അനുഗ്രഹം സ്വർഗം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ ആഗമനകാലം, ഈ ക്രിസ്മസ് ഒരുക്കം അഭിഷേകമുള്ളതായി വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാം. അതിനുവേണ്ടി കൂടുതൽ വചനം വായിക്കാം, പ്രാർത്ഥിക്കാം, പങ്കുവെക്കാം. കൂദാശകളിൽ വിശുദ്ധ കുർബാനയിലും കുമ്പസാരത്തിലും എല്ലാം താല്പര്യത്തോടെ ഒരുക്കത്തോടെ നമുക്ക് പങ്കുചേരാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.